ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. കുറേ നാളായിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. കാരണം വേറൊന്നല്ല, നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ പോയാൽ ഇവിടെ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷെ നാട്ടിൽ പോയാൽ ഫുള്ള് ബിസിയാണ്. അപ്പം പിന്നെ അങ്ങനെ വീഡിയോ ഇടേണ്ട ആ ഒരു മൈൻഡൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കല്ലിട്ട് എന്നെ അറിയുന്നവർ, നീ ഇപ്പോൾ വീഡിയോ ഇടലില്ലേ എന്നെല്ലാം. അപ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോ ഇട്ടാലോന്ന്. അങ്ങനെ ചിലപ്പോൾ വീഡിയോ എടുക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യണമെല്ലാം മടി പിടിച്ചിട്ട് അത് അവിടെ തന്നെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ദുബായിൽ വന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ നാട്ടിലത്തെ ഓരോ വീഡിയോസെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കിയാലോ. വീഡിയോ ആടെ കാണാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും എനിക്ക് ഞാൻ ആ എടുത്ത വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ഒരിക്കൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോയിൽ ഡിലീറ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ വിചാരിച്ചതുള്ള ഓരോരോ മെമ്മറീസ് അല്ലേ. അപ്പം യൂട്യൂബിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ആ വീഡിയോ അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇതെൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. ഈ പൂച്ച കണ്ടോ, ഇത് നമ്മൾ ടോയ്സ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കണ്ടാൽ ഒറിജിനലിനെ തോന്നും കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരം വരുന്നത്. ഇത് പ്ലെയിൻ ഗ്രൗണ്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ആകെ പുല്ലെല്ലാം മുളച്ചു. പിന്നെ ഇതാ വെള്ളമെല്ലാം ഇതേപോലെ ഇങ്ങനെ വെള്ളമെല്ലാം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നേരെ ഇപ്പുറമില്ല ഇവിടെയാണ് കേട്ടോ എനിക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻഷാ അള്ളാ. അപ്പം അവിടെ നിന്ന് തെങ്ങെല്ലാം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കണ്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് നമ്മൾ കഴിക്കാൻ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ കുറേ നാളായിട്ട് ഈ കണ്ടയെല്ലാം കഴിച്ചിട്ട് അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഇപ്പം മഗ്‌രിബിൻ്റെ ഒരു ടൈമായിട്ടാ. രാത്രി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മഴേൻ്റെ ടൈമായിരുന്നു നാട്ടിൽ ഉണ്ടായത്. നല്ലോണം മഴ കിട്ടിയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എല്ലാ കൊല്ലത്തിലില്ലേനെക്കാട്ടി ഒരു മഴ തന്നെയായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ. അപ്പം ഇന്ന് രാത്രി നമ്മൾ മഴയെല്ലായതുകൊണ്ട് നമ്മൾ രാത്രി ഒന്ന് നൈറ്റ് റൈഡ് പോയാലോ എന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ഇത്താൻ്റെ വീടുമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നേരെ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ട് പോയത്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 1/4 മണിക്കൂർ ഓട്ടോ ഉണ്ട് കേട്ടോ. രാത്രി നൈറ്റ് റൈഡായിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ലോങ് ഫാമിലിൻ്റെ കൂടെ പോകാൻ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഗൾഫിലുണ്ടാകുമ്പോൾ നമ്മൾ പോകും, പക്ഷേ എന്നാലും നമ്മളെ നാട്ടിലുള്ളവർ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നാട്ടിലുള്ള നമ്മളെ ഫാമിലിൻ്റെ കൂടെ പോകുന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടാണ്. ഇത് ഡൈനാമിക് ചിക്കനാണ് കേട്ടോ. ഇത് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് പാൽക്കപ്പ ബീഫാണ് ഓർഡർ ചെയ്ത് ഉണ്ടായത്. പിന്നെ നമ്മളിങ്ങനെ ഏകദേശം കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ഞാനും ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഒന്നാമത് വീഡിയോയിൽ അങ്ങനെ ആർക്കും കാണുന്നതൊന്നും അങ്ങനെ വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. അപ്പം പിന്നെ ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ലൈമും ഇതായിരുന്നു കേട്ടോ. പുതിന ഇട്ടിട്ടില്ല, അതാണ് വാങ്ങിയിട്ടുണ്ടായത്. പിന്നെ കുട്ടികൾക്കെല്ലാം ഐസ്ക്രീമോ അങ്ങനെ ഫലൂദെല്ലാം വാങ്ങിക്കൊടുത്ത്. അപ്പോൾ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുനാഫയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുനാഫ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് നമ്മൾ പാർസൽ വീട്ടിലേക്ക് വാങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഒന്നതാ പുറത്ത് ഇതേപോലെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് തന്നെ അവർ തന്നെ കുട്ടിക്ക് കുടയെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. പിന്നെ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ തട്ടിക്കുട്ടി വീഡിയോ ഒന്നും അറിയില്ലേ, അതേപോലെയൊന്നുമില്ല വീഡിയോൻ്റെ അവസ്ഥയിലുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്റ്റേക്ക് ഉള്ളതെല്ലാം ക്ഷമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്.